കേൾക്കാമോ? ഹലോ. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് എത്തട്ടെ. 6 പേര് 18 പേരുണ്ട്. എല്ലാവരും എത്തിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഹായ് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? Okay, so welcome to day 2. Thanks for joining. എൻ്റെ പേര് അഭയ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഞാൻ സാമ ടെക്നോളജീസിൽ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. എന്തായാലും ഇന്നോട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. സോ ഐ വിൽ ബി യുവർ മെന്റർ ഫ്രം ടുഡേ. എന്തായാലും 13 പാർട്ടിസിപ്പൻസ്, അപ്പോൾ 11 പേരാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു റൗണ്ട് ഓഫ് ഇൻട്രൊഡക്ഷൻസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ആരെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ലിസ്റ്റിൽ ആദ്യം കാണുന്നത് അമൽ മോഹനാണ്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഹലോ കേൾക്കാം. ഞാൻ അമൽ. ഞാൻ പാലക്കാട് GSC പാലക്കാട് പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ 3rd year സ്റ്റുഡൻ്റ് ആണ്. CSC. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? അഞ്ജിമ. ഹലോ, ഞാൻ അഞ്ജിമ. ഞാൻ RIT കോട്ടയത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2nd year സ്റ്റുഡൻ്റ് ആണ്. ഹലോ, ഈസ് ഇറ്റ് ഓഡിബിൾ? കേട്ടു. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? അർഷു. ഹലോ, കേൾക്കാൻ പറ്റും. ഞാൻ മുഹമ്മദ് അർഷു, പാലക്കാട് NSS കോളേജിലാണ് പഠിക്കുന്നത്. 3rd year CS ആണ്. അത് പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല. ഹലോ, ഹലോ, കേട്ടു. അടുത്താൾ പറഞ്ഞോളൂ. ഹലോ, യെസ്. എൻ്റെ പേര് കാർത്തിക്. ഞാൻ MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുറ്റിപ്പുറ ഫൈനൽ ഇയർ CSC സ്റ്റുഡൻ്റ് ആണ്. ഹലോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാ? നവീൻ ലൈവ് ഹാൻഡ് റൈസ് ചെയ്ത്. ഹലോ. പറഞ്ഞു. ഹലോ, എൻ്റെ പേര് വിജയ്. ഞാൻ RIT കോട്ടയത്ത് നിന്ന് പഠിക്കുന്നു. 3rd year CSC സ്റ്റുഡൻ്റ് ആണ്. ഹലോ. ഹലോ, എൻ്റെ പേര് ദിൽകുഷ്. ഞാൻ 3rd year മെക്കാനിക്കൽ ആണ്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത്, പാലക്കാട്. ഹലോ. അടുത്തതാരാണ്? ഹലോ. പറഞ്ഞു.
എൻ്റെ പേര് ഫുവാദ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, തേർഡ് ഇയർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ. ഇനി ആരാണ്? എല്ലാവരും ഇൻട്രൊഡക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു? ഇല്ല. ഓക്കെ, ഞാനിനി എന്തായാലും ടൈം കളയുന്നില്ല. ഇൻട്രൊഡക്ഷൻസ് പറയേണ്ടവർക്ക് ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് കാണുന്നതിനെ പറഞ്ഞു. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇന്നിപ്പോ തുടങ്ങാൻ പോകുന്നത് ഫ്ലാസ്ക് അല്ലെങ്കിൽ പൈത്തൺ സ്പെസിഫിക് ആയിട്ട് സീരിയസ് ആയിട്ട് ഞാൻ തുടങ്ങുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് പൈത്തൺ ആൻഡ് വെബ് ഡെവലപ്മെന്റ് ആണ്. പൈത്തൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലാസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് വെബ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ബേസിക്സ് ഞാൻ പറയാം ആദ്യം, എന്നിട്ട് നമുക്ക് ഫ്ലാസ്കും അല്ലെങ്കിൽ അതിന്റെ ഇന്റേൺസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഫ്ലാസ്ക് ആയിട്ടോ പൈത്തൺ ആയിട്ടോ സ്പെസിഫിക് അല്ല. സോ ഈവൻ ഇഫ് യു യൂസ് ഡിഫറെന്റ് ലാംഗ്വേജ്, വേറെ C# അല്ലെങ്കിൽ ഗോലാംഗിലോ ഒക്കെ എഴുതുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഫ്ലാസ്കിൽ കോഡ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ പല കാര്യങ്ങളും കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഞാൻ ഈ ഡയഗ്രാം കാണിച്ചു തരുന്നതും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെബ് ഡെവലപ്മെന്റിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് ക്ലയന്റ് സെർവർ മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊരു വെബ്സൈറ്റിലോട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് അയക്കണം. സോ നിങ്ങളൊരു വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ വെബ്സൈറ്റ് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ നമുക്ക്? ശരിക്കും ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ആയിട്ടോ. ഇതുവരെ പറഞ്ഞത് കേട്ടായിരുന്നോ അതോ വാസ് ഇറ്റ് ലോസ്റ്റ്? കേട്ടു. ഓക്കെ, സോ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെന്ന് കരുതി. ഫോർ എക്സാമ്പിൾ google.com. ഈ google.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നത് നിങ്ങളുടെ വെബ് ബ്രൗസർ വെച്ചിട്ടാണ് അല്ലേ? ക്രോം ആയിരിക്കാം, ഫയർഫോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് ബ്രൗസർ വേണമെങ്കിലായിരിക്കാം. സോ ആ ഒരു ബ്രൗസറാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്. ആ ബ്രൗസറാണ് ഏത് വെബ്സൈറ്റ് വേണം എന്നുള്ള റിക്വസ്റ്റ് അയക്കുന്നത്. സോ ഞാൻ കാണിച്ചു തരാം.
സോ ഈ google.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ കാണുന്ന ഒരു നിങ്ങൾക്ക് സൈറ്റ് കാണുന്നില്ലേ? ഇവിടെ ഒരു റിക്വസ്റ്റ് കാണാം. സോ ഇതാണ് നിങ്ങളുടെ ക്ലയന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ് ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുന്ന URL. ഇതിനാണ് റിക്വസ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് അഡ്രസ്സാണ് വേണ്ടതെന്ന് കളക്ട് ചെയ്തിട്ട് ഈ റിക്വസ്റ്റ് ഒരു പാക്കറ്റിലാക്കിയിട്ട് സെർവറിലോട്ട് അയക്കും. സെർവർ എന്ന് പറയുന്നത് ഇപ്പൊ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിന്റെ സെർവർ ഉണ്ട്, അതിന്റെ അഡ്രസ്സും ഈ റിക്വസ്റ്റിൽ ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് സെർവറിലോട്ട് അയക്കുന്നത്. ഈ സെർവർ അപ്പോൾ തിരിച്ചൊരു റെസ്പോൺസ് അയക്കും. ആ റെസ്പോൺസ് ആണ് നമ്മുടെ ക്ലയന്റായ വെബ് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതാണ് റെസ്പോൺസ്. ഇതാണ് ഗൂഗിളിന്റെ സെർവർ നമുക്ക് തിരിച്ചയച്ചിരുന്ന സാധനം. ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, പക്ഷെ വെബ് ബ്രൗസർ ഫയർഫോക്സ് ആയാലും ക്രോം ആയാലും അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ അറിയാം. സോ ഈ ഡാറ്റയാണ് ഗൂഗിൾ നമുക്ക് തിരിച്ചയക്കുന്നത്. സോ ക്ലയന്റ് ഉണ്ട്, സെർവർ ഉണ്ട്. ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കും, സെർവർ തിരിച്ച് റെസ്പോൺസ് അയക്കും. ഇവിടെ HTTP എന്ന് പറയുന്നത് ഈ ക്ലയന്റും സെർവറും തമ്മിലൊരു പ്രോട്ടോകോൾ ആണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ക്ലയന്റിന് ഞാൻ പറയാം വെബ് ബ്രൗസർ. ഒരു മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ക്ലയന്റിന് ഞാൻ പറയുന്നത് വെബ് ബ്രൗസർ എന്ന് പറയുന്നതിന് പകരം ക്ലയന്റ് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം പലതരത്തിലുള്ള ക്ലയൻസ് ഉണ്ട്. ലൈക്ക് ബ്രൗസർ ഒരു ക്ലയന്റ് ആണ്, നിങ്ങൾക്ക് കമാൻഡ് ലൈനിൽ നിന്ന് റിക്വസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാം വെച്ചിട്ട് റിക്വസ്റ്റ് അയക്കാം. സോ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോ എന്റെ കമാൻഡ് ലൈൻ ആണ്, അല്ലാതെ ബ്രൗസർ ഒന്നുമല്ല. ഇതിൽ കേൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് അയക്കാം. സോ അപ്പോഴും റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സോ ഏത് ക്ലയന്റ് ആയാലും ബ്രൗസർ ആയാലും കമാൻഡ് ലൈൻ ആയാലും അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാം ആയാലും പോലും അയക്കുന്ന റിക്വസ്റ്റിനെ നമ്മൾ ഒരു HTTP റിക്വസ്റ്റിന്റെ ഫോർമലായിട്ടാണ് അയക്കുക. സോ ആ റിക്വസ്റ്റ് ആണ് സെർവറിലോട്ട് എത്തുന്നത്. സെർവർ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെർവർ ആ റിക്വസ്റ്റും ആ റിക്വസ്റ്റിലെ ഡേറ്റയും അഡ്രസ്സും എടുത്തിട്ട് നമ്മുടെ ബാക്ക് എൻഡിലോട്ട് അയക്കും. സോ ഞാനിത് പറയാൻ കാരണം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ പൈത്തൺ ഫ്ലാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഡിഫറെന്റ്. അത് വേറെ ആൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനകത്ത് പെടുന്ന കാര്യമല്ല ഈ ക്ലയന്റ് ഓർ മറ്റു കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ WSJ എന്ന് പറഞ്ഞിട്ട് സാധനം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം അറിയേണ്ട കാര്യമില്ല, പക്ഷെ യു ഷുഡ് ബി അവെയർ. അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് അറിയുന്നത് നല്ലതായിരിക്കും. ഐ നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ തീരെ മനസ്സിലാവാത്ത എന്തെങ്കിലും? ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഫ്ലാസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ക്ലയന്റ് ഒരു HTTP റിക്വസ്റ്റ് അയച്ചു, ഇവിടെ സെർവർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അത് Nginx അല്ലെങ്കിൽ പല പല സെർവേഴ്സ് ഉണ്ട്. ആ സെർവറാണ് നമ്മുടെ ഫ്ലാസ്ക് എന്ന് പറയുന്ന വെബ് ആപ്പിലോട്ട് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത്. അവിടെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കാൻ പോകുന്നത്.
ഇത് കാണുന്നുണ്ടോ? ലൈക്ക് ഫ്ലാസ്ക് ആപ്പ്. ഓക്കെ, സോ റിക്വസ്റ്റ് നമ്മുടെ സെർവർ പിടിച്ച് ഫ്ലാസ്ക് ആപ്പിന്റെ അകത്തോട്ട് ഇട്ടു, അല്ലെങ്കിൽ ഫ്ലാസ്ക് ആപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മുതലാണ് നമ്മൾക്ക് കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാൻ ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റ്സ് വരുന്നത്. ഫ്ലാസ്ക് ആപ്പ് വളരെ സിമ്പിൾ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ റിക്വസ്റ്റിന്റെ അഡ്രസ് എടുത്തിട്ട് roots.py എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്, ആ ഫയലിലോട്ട് സെൻഡ് ചെയ്യും. സോ റൂട്ട്സിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അയക്കുന്ന റിക്വസ്റ്റിൽ, വെബ് ബ്രൗസർ അയക്കുന്ന റിക്വസ്റ്റിൽ 2 കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഒന്ന് അഡ്രസ് ഉണ്ടാവും, പിന്നെ ഡേറ്റ ഉണ്ടാവും. സോ അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇറ്റ് സെൻഡ്സ് ഇറ്റ് ടു ഡിഫറെന്റ് പ്ലേസസ്. അതായത് നിങ്ങൾ google.com-ലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ 1 വ്യൂ. അതല്ല google.com/ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാരാമീറ്റർ ഉണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് അഡ്രസ് ഇറ്റ് ചേഞ്ചസ് ദ വ്യൂ. സോ വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൗ നമ്മൾ ഓരോ വെബ്സൈറ്റിൽ ഓരോ തരത്തിൽ കാണുന്നുണ്ടല്ലോ, ലൈക്ക് ഡിഫറെന്റ് വെബ് പേജസ് ഉണ്ടാവും. അത് ഓരോ വെബ് പേജും ഓരോ വ്യൂ ആണ്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കാൻ 2 കാര്യങ്ങൾ കൂടി ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. ഇത് ഞാൻ കോഡ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നുള്ളൂ. കോഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം കുറച്ചുകൂടി കോൺക്രീറ്റ് ആവും, കുറച്ചുകൂടി മനസ്സിലാവാൻ എളുപ്പമായിരിക്കും. ഈ വ്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, വ്യൂവിന്റെ അകത്ത് HTML ഡേറ്റ ഉണ്ടാവും ഓബ്വിയസ്ലി. അതായത് തിരിച്ചയക്കേണ്ടത് വെബ് ബ്രൗസറിന് കാണേണ്ടത് എപ്പോഴും HTML ഡേറ്റയാണ്. ആ ഡേറ്റ ടെംപ്ലേറ്റ്സിന്റെ അകത്തായിരിക്കും. പക്ഷേ HTML ഡേറ്റയുടെ അകത്ത് തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഡേറ്റാസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പൊ നമ്മളൊരു ഫേസ്ബുക്കിന്റെ ഒരു പേജ് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ മൊത്തം ഒരു തീം ഉണ്ടാവും, അതിന്റെ ലേ ഔട്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ പ്രൊഫൈലിന്റെ പേരും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഫീഡൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മാറുക. സോ ഇപ്പൊ ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരായിരിക്കും കാണുക, അല്ലെങ്കിൽ എന്റെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ആയിരിക്കും കാണുക. ആ ഡേറ്റയൊക്കെ ഈ ഡേറ്റാബേസിന്റെ അകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഡേറ്റാബേസിന്റെ അകത്തുനിന്ന് ഡേറ്റ വലിക്കണമെങ്കിൽ SQL Alchemy എന്ന് പറഞ്ഞിട്ടൊരു അതിൻ്റെ ഇടയിലൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ വ്യൂ ഡേറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ ഇതിൽ നിന്ന് പുള്ളി. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേ ഔട്ട്സ് ആണ്, എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ 2 തരം ലോജിക് ഉണ്ട്. ഒന്ന് ഇതിനെ പ്രസന്റേഷൻ ലോജിക് എന്നും പറയും, ഇതിനെ ബിസിനസ് ലോജിക് എന്നും പറയും. ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ടെംപ്ലേറ്റ്സിന്റെ അകത്തായിരിക്കും. അതുപോലെ എന്തൊക്കെ ഡേറ്റ വേണമെന്നുള്ളത് എപ്പോഴും ഡേറ്റാബേസിനകത്തായിരിക്കും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് വ്യൂസ് തിരിച്ച് ഫ്ലാസ്ക് ആപ്പിലോട്ട് റെസ്പോൺസ് അയക്കുന്നത്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഏറെ ഇട്ടിട്ടില്ല, ബട്ട് വ്യൂസ് വിൽ റിട്ടേൺ സംതിങ്. ആ റെസ്പോൺസ് ആണ് പിന്നീട് തിരിച്ച് ക്ലയന്റിലോട്ട് HTTP റെസ്പോൺസ് ആയിട്ട് പോകുന്നത്. സോ ഇത്രയും ഞാൻ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും കോഡ് ചെയ്യുമ്പോൾ ഈ ബോക്സസിൽ ഏത് സ്റ്റേജിലാണ് ഒന്ന് അവെയർ ആയിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ ഗോപിച്ചേട്ടൻ എടുത്തിട്ട് എന്താ റൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തു, roots.py എക്സ്പ്ലെയിൻ ചെയ്തു, അതുപോലെ ടെംപ്ലേറ്റ്സ് പറഞ്ഞൊന്നും എനിക്കറിയില്ല. സോ ഇതിൽ ഏത് ബോക്സിലാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണ്ട, ലൈക്ക് ഞാൻ കോഡ് ചെയ്ത് തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പ്. കുറച്ച് പേരുടെ ഓക്കെ, SQL Alchemy എന്താണ്? സോ നമ്മൾ ഈ വ്യൂസും ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു പൈത്തൺ ഫയലാണ്, അല്ലെങ്കിൽ പൈത്തൺ ആപ്പാണ്. ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് SQL ആയിരിക്കും. SQL ഡേറ്റാബേസ് ആണെങ്കിൽ SQL ആയിരിക്കും. അതേസമയം പൈത്തൺ എന്ന് പറയുന്നത് എന്താ, പൈത്തൺ ലാംഗ്വേജ് ഇസ് ഓബ്വിയസ്ലി പൈത്തൺ. സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിലൊരു ട്രാൻസ്ലേഷൻ വേണം നമുക്ക്. അപ്പൊ ഇനി പറഞ്ഞുതരാം. സോ SQL Alchemy എന്ന് പറയുന്നത് ഈ ഡേറ്റാബേസിന്റെ അകത്ത് ടേബിൾസ് ഉണ്ടാവും. ഐ ഡോണ്ട് നോ ഇഫ് യു നോ ദാറ്റ്. ഡേറ്റാബേസിനെ പറ്റി എന്തോരം അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡേറ്റാബേസിനകത്ത് ടേബിൾസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും. അതിനെയൊക്കെ പൈത്തൺ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ആയിട്ട് ഈ SQL Alchemy റെപ്രസെന്റ് ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി റൈറ്റിംഗ് SQL ക്വറീസ്, നിങ്ങൾക്ക് ഈ SQL Alchemy തരുന്ന ഒബ്ജക്ട്സും ക്ലാസ്സും മാനിപ്പുലേറ്റ് ചെയ്യാം. PHP എഴുതി പരിചയമുള്ളവർക്ക് ചിലപ്പോൾ ഇത് കുറച്ച് ഏലിയൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു.
PHP ഡയറക്റ്റ് ആയിട്ട് SQL കമാൻഡ്സ് എഴുതുക ചെയ്യുക ഈ ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈത്തണിൽ അത് ചെയ്യില്ല. ഇൻസ്റ്റഡ് ഇപ്പോൾ ഒരു ടേബിൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഡ് ഓഫ് ദ ടേബിൾ SQL ആൽക്കമി നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സും അതിൻ്റെ കുറേ ഒബ്ജക്ട്സ് ആണ് തരാം. സോ പൈത്തൺ ഒബ്ജക്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഡേറ്റാബേസ് ഒബ്ജക്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ ലൈക്ക് ഡേ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എനിത്തിങ് എൽസ്? ഞാൻ കുറച്ച് പേരുടെ മാത്രമാണ് റിപ്ലൈ കേൾക്കുന്നത്. ബാക്കി എല്ലാവരും അർഷു, ഫുവാദ്, അമൽ ഓക്കെ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാനൊരു കാര്യം കൂടി പറയും. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള അസംഷനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആ ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോയിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇത് കോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. ഞാൻ സ്ക്രീൻ ഒന്ന് മാറ്റാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, സോ വളരെ ബേസിക് ആയിട്ട് ഞാനൊരു പൈത്തൺ ടാസ്ക് പ്രൊജക്ടിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. വൺ ഫോൾഡർ ഇസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൻ്റെ അകത്താണ് roots.py എന്ന് പറഞ്ഞൊരു ഫയലും ഒരു ഇനിറ്റ് ഫയലും വേണം. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, ബട്ട് അത് ഇവഞ്ച്വലി ആവശ്യം വരും. പിന്നെ ഈ ആപ്പ് ഫോൾഡറിന്റെ പുറത്ത് നമ്മൾ റൺ ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു ഫയലുണ്ട്. അതിന് നമുക്ക് യു ക്യാൻ കോൾ വാട്ട് എവർ യു വാണ്ട് ഇറ്റ്, ബട്ട് ഈ ആപ്പും ഇനിറ്റും റൗട്ട്സും എല്ലാം ആ നെയിംസ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? സോ ഇതില് ഈ റൂട്ട്സ്.py ആണ് നമ്മൾ നേരത്തെ കാണിച്ച ഡയഗ്രത്തിലെ റൂട്ട്സ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ init.py എന്ന് പറയുന്നത് കുറച്ച് ഈ ആപ്പിനെ ഒരു പൈത്തൺ മൊഡ്യൂളാക്കി മാറ്റുന്ന ഒരു ഫയലാണ്. സോ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സ്ക്രീൻ ഇസ് നോട്ട് ക്ലിയർ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ.
ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ഷൻ മാറ്റി നോക്കാം എന്നിട്ട്. സ്ക്രീൻ ബ്ലർ ആണ്. സ്ക്രീൻ ബ്ലർ. ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിന്റെ കാര്യങ്ങളിൽ നിന്ന് നെറ്റ് മാറ്റിയിട്ട് ഞാൻ വിളിക്കാം. റീകണക്ട്. ഓക്കെ. Is it better? ഹലോ. ഓക്കെ. സോ ഇത് ഫ്ലാസ്കിന്റെ ഇനിറ്റ് ഫയൽ ആണ്. ഇതില് ലോജിക്ക് മനസ്സിലാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് കോപ്പി പേസ്റ്റ്. റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫയലിനെ ഇമ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ലോജിക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഫ്ലാസ്കിന് ഇന്റേണലി വർക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വേണം. അതിനാണ് ഈ ആപ്പ് ഉണ്ടാക്കുന്നത്. ഈ ആപ്പ് ഈക്വൽ ടു ഫ്ലാസ്ക് അണ്ടർ നെയിം ഒക്കെ ഫ്ലാസ്കിനെ ഇന്റേണലി വർക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ ആപ്പും വ്യത്യാസം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. റൂട്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് roots.py ആണ്. ഇവിടെയാണ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ വർക്ക് ഇസ് ബീങ് ഡൺ ഹിയർ. സോ ഇത് ഒന്ന് ശ്രദ്ധിച്ചിട്ടാൽ നന്നായിരിക്കും. ഓൾറെഡി കുറച്ചുള്ള കാര്യങ്ങൾ കളയാം. സോ ഈ കാണുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ വ്യൂ ഫംഗ്ഷൻ എന്ന് പറയാം. ഇത് ആ വ്യൂ എന്നുള്ള വാക്ക് ഒരിക്കലും ചിലപ്പോൾ കോഡ് ചെയ്യുമ്പോൾ കണ്ടുവെന്ന് വരില്ല, ബട്ട് ദാറ്റ്സ് കോൾഡ്. ഇത് ഓരോ അഡ്രസ് ആണ്. സോ ഇഫ് യുവർ ഡൊമൈൻ നെയിം ഇസ് ഗൂഗിൾ, ഇത് www.google.com/index എന്ന് പറഞ്ഞ ആ റൂട്ടിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ ഡൊമൈൻ നെയിം കഴിഞ്ഞിട്ടുള്ളതിനെ മാത്രമാണ് അവിടെ സ്പെസിഫൈ ചെയ്യുക. ദിസ് ഇസ് ഓൾസോ റൂട്ട്. സോ ഈ രണ്ട് റൂട്ടിലോട്ടും വരുന്ന റിക്വസ്റ്റ് ഈ ഫംഗ്ഷനിലോട്ട് ആണ് പാസ് ചെയ്യുക. ആൻഡ് വാട്ട് ഇറ്റ് റിട്ടേൺസ് ഇസ് ദിസ് സ്ട്രിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ HTTP റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിൾ ഉണ്ടല്ലോ, അതിന്റെ രണ്ട് എൻഡാണ് ഈ കാണുന്നത്. ലൈക്ക് ദിസ് ഇസ് ഈ റിക്വസ്റ്റ് വരുന്നത് ഇൻഡെക്സിന്റെ അകത്തോട്ട് പാസ് ചെയ്യും ആൻഡ് ഹലോ വേൾഡ് ഇസ് റിട്ടേൺഡ്. ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ ടെർമിനലിൽ സെറ്റ് ചെയ്യണം. നമ്മൾ റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പുറത്തുള്ള ഒരു ഫയൽ ഉണ്ട്, അതിന് നമുക്ക് എന്ത് വേണം വിളിക്കാം. ഇതിപ്പോൾ ഞാൻ ലേൺ ഫ്രം ഹോമിന്റെ
ആയ കാരണം lfh.py എന്നിട്ടു അതിൽ ജസ്റ്റ് ഫ്രം ആപ്പ് ഇമ്പോർട്ട് ആപ്പ് എന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫയലിന്റെ നെയിം ടെർമിനലിൽ ഈ എക്സ്പോർട്ട് വെച്ചിട്ട് ആഡ് ചെയ്യണം. എക്സ്പോർട്ട് ഫ്ലാസ്ക് ആപ്പ് ഈക്വൽസ് lfh.py. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സെർവർ റൺ ചെയ്യാൻ പോകുന്നത് ഫ്ലാസ്ക് എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ടാണ്. സോ ഫ്ലാസ്ക് നീഡ്സ് ടു നോ വിച്ച് ഫയൽ ഈസ് ടു ബി റൺ. ഓക്കെ, സോ എക്സ്പോർട്ട് ഫ്ലാസ്ക് ആപ്പ്. പിന്നെ ഒരു കാര്യം കൂടി എക്സ്പോർട്ട് ചെയ്യാം. ഫ്ലാസ്ക് n ഈക്വൽസ് ഡെവലപ്മെന്റ്. സോറി, ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ചുമ്മാ ക്രാഷ് ചെയ്ത് ഒന്നും കാണിക്കാത്തതിന് പകരം ലൈക്ക് വെബ് പേജിൽ തന്നെ ആ എറേഴ്സ് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലാസ്ക് n ഈക്വൽസ് ഡെവലപ്മെന്റ് എന്നുള്ള രണ്ട് സംഭവം സെറ്റ് ചെയ്യുന്നത്. ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലിനക്സിൽ എക്സ്പോർട്ട് ആണ്. വിൻഡോസിൽ എനിക്ക് ഒന്ന് സെറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ആയിരിക്കണം. ഓക്കെ, ട്രൈങ് ഇറ്റ് ഔട്ട് ഡിപ്പെൻഡിങ് ഓൺ യുവർ OS ചേഞ്ച്. ഓക്കെ, ഓക്കെ, സോ ഫ്ലാസ്ക് റൺ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലാസ്കിന്റെ അകത്തൊരു സെർവർ ഉണ്ട്. ആ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെർവറാണ്. ആ സെർവർ റൺ ചെയ്തിട്ട് ദാറ്റ് സെർവർ വിൽ പോയിന്റ് ടു അവർ ഫ്ലാസ്ക് ആപ്പ്. എന്നിട്ട് അതിലോട്ട് ആക്സസ് ചെയ്യാൻ നമുക്കൊരു അഡ്രസ്സും തരും. സോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബ്രൗസർ അല്ലെങ്കിൽ ആ ലിങ്ക് നമ്മുടെ ഒരു ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ google.com സെർച്ച് ചെയ്തപ്പോൾ പോയ റിക്വസ്റ്റ് പോയ പോലെ തന്നെ ഈ അഡ്രസ്സിലോട്ട് ഒരു റിക്വസ്റ്റ് പോകും. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം തന്നെയാണ്. ഗൂഗിളിന്റെ കേസിൽ ഗൂഗിളിന്റെ സെർവറിന്റെ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്വന്തം സിസ്റ്റത്തിലെ ഈ 5000 എന്ന് പറഞ്ഞ ഒരു പോർട്ട് ഉണ്ട്. ആ പോർട്ടിലോട്ട് ഈ റിക്വസ്റ്റ് പോകും. ഫ്ലാസ്കിന്റെ ആപ്പ് എന്ന് പറയുന്നത് ആ പോർട്ടലിൽ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ 5000 എന്ന് പറഞ്ഞ പോർട്ടലിൽ എന്തെങ്കിലും റിക്വസ്റ്റ് വരുന്നുണ്ടോ, റിക്വസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഈ റണ്ണിങ് ഓൺ ഈ അഡ്രസ് കോളൻ 5000 എന്ന് പറയുന്നത്. ഇനിയുള്ള റെസ്പോൺസ് എന്താണെന്ന് നോക്കി നോക്കാം. കാണുന്നുണ്ടോ? ഈ റെസ്പോൺസ് കാണുന്നുണ്ടോ നമുക്ക്? അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഹലോ വേൾഡ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഈ പേജ് ഒന്നുകൂടി ലോഡ് ചെയ്യുന്നു കേട്ടോ. സോ ഇവിടെ ഡെവലപ്പർ ടൂൾസിൽ നമുക്ക് കാണാൻ പറ്റും ഈ റിക്വസ്റ്റ് URL. അതായത് ഈ URLോട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്. റിക്വസ്റ്റ് മെത്തേഡ് ഇത് ഞാൻ നേരത്തെ ആ ഡയഗ്രത്തിൽ കാണിച്ചിരുന്നു. ഒരു HTTP റിക്വസ്റ്റ് അയക്കുമ്പോൾ അതിൽ ഒരു അഡ്രസ്സും ഉണ്ട്, വേറെ കുറച്ച് ഡേറ്റ ഉണ്ട്, പിന്നെ എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണെന്നുള്ളതാണ്. ആ ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് ഗെറ്റ്. ഈ ഗെറ്റ് കൂടാതെ പോസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ഓപ്ഷൻസ്, ഹെഡ്, അങ്ങനെ എന്തൊക്കെയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ദിസ് ഈസ് യുവർ റിക്വസ്റ്റ്. ഇതാണ് റെസ്പോൺസ്. അതായത് നമ്മൾ നേരത്തെ റൺ ചെയ്ത ഫ്ലാസ്ക് സെർവറിൽ നിന്ന് തിരിച്ചു കിട്ടിയ റെസ്പോൺസിന്റെ അകത്തുള്ള ഡേറ്റയാണ് ഈ റെസ്പോൺസ് ഹെഡേഴ്സും. സോ കണ്ടന്റ് ലെങ്ത് ഉണ്ട്, കണ്ടന്റ് ടൈപ്പ് ഉണ്ട്, അതായത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് തിരിച്ചയക്കുന്നത്. ടെക്സ്റ്റ് ആണോ, JSON ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമേജ് ആയിരിക്കും, മീഡിയ ആയിരിക്കും. പിന്നെ അതുകൂടാതെ സെർവറും ഡേറ്റും. ഇപ്പോൾ സെർവറിൽ നമുക്ക് കാണാം Python 3.68 സെർവറാണ്. ഇവിടെ ഈ റെസ്പോൺസിൽ കാണുന്നതാണ് ആക്ച്വൽ റെസ്പോൺസ്. ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെടുത്ത് കാണിച്ചു തരാൻ കാരണം ഈ റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിളൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് വെബ് ഫ്രെയിംവർക്ക് ആയാലും അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ് ആയാലും അത് സെയിം ആയിരിക്കും. സോ ഇതൊക്കെ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും.
ഞാൻ വേറെ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. സോറി. ഓക്കെ, സോ നമ്മൾ ആ ഡെവലപ്മെന്റ് സെർവർ റൺ ചെയ്തപ്പോൾ ഇവിടെ ടെർമിനലിൽ നമുക്ക് കുറച്ച് സ്റ്റാറ്റ്സ് കിട്ടും. ഈ ഗെറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ബ്രൗസറിൽ നിന്ന് അയച്ച റിക്വസ്റ്റ് ആണ്. ആ റിക്വസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഗെറ്റ് HTTP എന്ന് പറയുന്നത്. സോ ഞാൻ വേറെ എക്സാമ്പിൾ, ബ്രൗസർ അല്ലാതെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം റിക്വസ്റ്റിന്. നേരത്തെ ഞാൻ കേൾ കാണിച്ചു തന്നു, അതുപോലെ നമുക്ക് ഇതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1%.0.0 പോർട്ട് നമ്പർ എത്രയായിരുന്നു? 3000. സോ കേൾ ചെയ്യുമ്പോഴും സെയിം റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ്സ് എ ബ്രൗസർ ഓർ എ കേൾ or even another Python program request. As long as an HTTP request is sent, it will return it back. So, ഇപ്പൊ നമ്മൾ അയച്ചതിന്റെ പേരാണ് ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറയാം. ബിഫോർ ദാറ്റ് ഈ പറഞ്ഞതിൽ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ തീരെ ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ? ആപ്പിന്റെ ഉള്ളിലുള്ള ഫയൽസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തല്ലേ? അതെ. സോ ഇതൊന്നും നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചാണ്. ലൈക്ക് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫയൽസ് ആണ്. പൈക്കാഷ് ഓബ്വിയസ്ലി ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറും ഇനിറ്റും റൂട്ട്സും ഒക്കെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കോഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. സോ ഇത് മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ഈ വ്യൂ ഫങ്ഷൻസ് ആണ്. സോ ദിസ് ഇസ് വേർ ഓൾ ഓഫ് ദ വർക്ക് ഇസ് ബീങ് ഡൺ. ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ ഡയഗ്രാം കാണുന്നുണ്ടല്ലോ അല്ലേ? സോ ഈ ഡയഗ്രത്തിൽ നമ്മൾ ഇപ്പോൾ ഈ റൂട്ട്സിലാണ് അഡ്രസ് ഒക്കെ ആഡ് ചെയ്തത്. ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. സോ വാട്ട് റൂട്ട് ഡസ് ഇസ്, ഡിപ്പെൻഡിങ് ഓൺ ദ URL, it will return the appropriate view. റിട്ടേൺ ചെയ്യാൻ മാത്രമല്ല, ആ വ്യൂ റെൻഡർ ചെയ്ത് റിട്ടേൺ ചെയ്യും. ആ റെൻഡറിങ് എന്താണെന്നൊക്കെ മനസ്സിലാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൂടി കഴിയേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ടെംപ്ലേറ്റ്സും DB ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ റിട്ടേൺ ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഒരു റൂട്ടും ഒരു വ്യൂവും കൂടി ആഡ് ചെയ്ത് നോക്കാം. at app.root /learn.
നോക്കി ഫംഗ്ഷൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഈ ഫയൽ സേവ് ചെയ്തു. ഞാനിത് ഈ ഡീബഗ് ഈക്വൽ ടു ട്രൂ എന്നുള്ള കൊടുത്തുള്ളതുകൊണ്ട് സെർവർ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണ്ട. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫയൽ ചേഞ്ചസിന് വേണ്ടി വാച്ച് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. സോ എനിക്ക് ജസ്റ്റ് പോയിട്ട് വെബ് പേജിൽ പോയിട്ട് റിഫ്രഷ് ചെയ്യാൻ പറ്റും. Okay, what is the error? എറർ എന്താണെന്ന് എനിക്കും മനസ്സിലായത്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, സോ സ്ക്രീൻ സ്വിച്ച് ചെയ്യുന്നു ഒന്ന് കറക്റ്റ് ആയിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇതാണ് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തൊരു റൂട്ട്. സോ നമ്മുടെ അഡ്രസ് /learn എന്ന് പറഞ്ഞിട്ടൊരു റൂട്ട് ഉണ്ടാക്കി. ആ റൂട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ഹലോ ദർ, നേരത്തെ ഹലോ വേൾഡ് പകരം ഹലോ ദർ എന്ന് പറഞ്ഞൊരു റൂട്ട് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യും. സോ അതിന്റെ റിസൾട്ടാണ് നേരത്തെ നമ്മൾ കണ്ടത്. നോട്ടീസ് ചെയ്തൊന്നും അറിയില്ല, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ സാധാരണ ഇതിൽ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്നാണ് പറയുന്നത്. സോ ഈ പുതിയ റൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. /learn അത് വരുമ്പോൾ അതിനനുസരിച്ച് റെസ്പോൺസും മാറുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ഫ്ലാസ്ക്.
ഫ്ലാസ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യവും ഈ ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും. റിട്ടേൺ ചെയ്യുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഹലോ ഡോർ ആയാലും ഹലോ വേൾഡ് ആയാലും, ആ വാല്യൂ എങ്ങനെയൊക്കെ മാറ്റാം അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ റെൻഡർ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ മാത്രം ഡിഫറൻസ് വരുന്നത്. ദി ഐഡിയ ഓഫ് URLs pointing to particular view functions is the same no matter what. Okay. ഈ കോൾ എനിക്ക് 6 o'clock മുമ്പ് എൻ്റെ ആണ്, കാരണം 2 കോൾസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഈ ഒരു കൺസെപ്റ്റോടുകൂടി ഇവിടെ നിർത്താണ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോയെന്ന് അറിയാം. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ലാക്ക് ചാനൽ ധൈര്യമായിട്ട് ചോദിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. സോ ഞാൻ ഇതൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് കുറച്ച് നോട്ട്സ് ആക്കിയിട്ട് ഞാൻ എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബാക്കിയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വളരെ ബേസ് ലെവലിൽ കുറച്ചുകൂടി തീരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. എറർ എന്തായിരുന്നു? സത്യം പറയാലോ അത് എനിക്കറിയില്ല. ഞാൻ ആ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ടൈപ്പ് ചെയ്തപ്പോൾ സാധനം വർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു എന്തോ സിമ്പിൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. 5-6 o'clock അടുത്ത കോൾ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിൽ കുറേ പേര് സൈലന്റ് ആയിരിക്കണം എന്ന് എനിക്കറിയാം. ആൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കോൾ എൻഡ് ചെയ്ത് വിട്ടു. ഡൗട്ട് ഓക്കെ. ആപ്പ് ഫോൾഡർ നെയിം ഡിഫൈൻഡ് ആണോ? ഡിഫൈൻഡ് ആണോ മീൻസ് ആ ഫോൾഡർ നെയിം മാറ്റിയാൽ ഐ മീൻ ആപ്പിന്റെ നെയിം തന്നെ കീപ്പ് ചെയ്യണം. ആപ്പ് ഐ ഡോണ്ട് തിങ്ക് അതൊരു ഇഷ്യൂ ആവണം ഇല്ലെന്നുണ്ട്. ലൈക്ക് ഈ LFHൽ മാറ്റി കൊടുത്താൽ മതി. അതായത് പുറത്തുള്ളൊരു ഫയൽ ഉണ്ടല്ലോ, അതിൽ മാറ്റി കൊടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വലിയ ഉറപ്പില്ല, ബട്ട് ആരും അങ്ങനെ മാറ്റാറില്ല എന്നെ അറിയുക. ലൈക്ക് കൺവെൻഷൻ ആണത്. ഓക്കെ, ഞാൻ കോൾ എൻഡ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ലാക്കിൽ ധൈര്യമായിട്ട് ചോദിച്ചു. ആദർശ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ റിപ്ലൈ സ്ലാക്കിൽ ഇടാം. കോൾ ആവശ്യമുണ്ട്, ഈ സ്പേസ് ആവശ്യമുണ്ട്.